ഇപ്പൊ മനസ്സിലായി നിങ്ങൾ എത്ര ഉണ്ട് എന്ന്. അവിടെ ഇതിനു മുമ്പ് നടന്ന ഒരു സമ്മേളനം മുജാഹിദിന്റെ സമ്മേളനമാണ്. അപ്പൊ കേരളത്തിലെ മുജാഹിദിന്റെ അത്രയ്ക്ക് ഇപ്പൊ നിങ്ങള് ആകെ ഉണ്ടാവുള്ളൂ നിങ്ങൾക്കും അറിയാം. കൂരിയാട് വേദിയാവുമ്പോ ഞങ്ങൾക്കും എളുപ്പമാണ് പൊളിക്കാൻ. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഏതായാലും നിങ്ങളെ ഇന്ത്യയിൽ ഒതുങ്ങാത്ത ജനങ്ങൾ ഇപ്പൊ ഹൈബിയും കൂടി വന്നപ്പോൾ മനസ്സിലായി പൗതിയായി 100 ആൾ വന്നതെന്ന് അറിയുന്നുള്ളത്. ഇത് എത്ര ഉണ്ടെന്നുള്ള ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇത്ര വലിപ്പമുണ്ടല്ല കഴിച്ചക്ക. ഇവിടെ ചെങ്ങായി സമസ്തന്റെ 85-ാം വാർഷികം, ഈ കെ വിഭാഗം സമസ്തന്റെ 85-ാം വാർഷികം, പിന്നെ എന്റെ പറഞ്ഞു ഞാൻ ബാക്കി ഇവിടെ നടത്തിയിട്ട് എവിടെ നടത്തിയിട്ട് ഏത് അടുപ്പ് നീച്ചേരാ ഈ മുജാഹിദ് നടത്തിയത് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? അതിന് മുമ്പ് അവിടെ സമസ്തന്റെ സമ്മേളനം നടന്നിട്ടില്ലേ? ഈ കെ വിഭാഗം സമസ്തന്റെ തന്നെ ഇത് ഓൻ വല്ല അളക്കാൻ വന്നിട്ട് ഇപ്പം അന്റെ നിലവാരം എത്ര ഉണ്ട് ഇതിന്ന് മനസ്സിലാവും. ഗുരുജായി പോത്തന്നെ കേട്ടോ. ഇത്ര വലിപ്പമുണ്ടെല്ലാം കഴിച്ചേക്ക. ഇത് ആരോടാ ഈ പറയണ്ടേ? എൻ്റെ മുന്നിൽ കുത്തിറക്കണ മൊയന്താക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ആ മൊയന്താക്ക് എന്തിച്ചൂടെ? അവിടെ മുജാഹിദ് സമ്മേളനം മാത്രമല്ല നടന്നിട്ടില്ലേ? അവിടെ സമസ്തന്റെ 85-ാം വാർഷികം അവിടെ ചേനി, ഗുരുവാട് വാർത്തച്ചേനി. നമുക്ക് എന്ത് പറയാണ്ട്? അതുകൊണ്ട് മുജാഹിദ് വലുതായോ? സമസ്തനാട്ടിയും വലുതായോ? അല്ലെങ്കിൽ സമസ്ത മുജാഹിദിനാട്ടിയും ചെറുതായോ? അതിന് ആരോടാ? എന്നെ പോലത്തെ പൂത്തോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പോയി പഠിക്കടാ, എന്നിട്ട് പ്രസംഗിക്കാൻ നടക്കേ കേട്ടോ. ഒരു വിവരമില്ലാതെ ഒരു ചുക്കും ചുണ്ണാൻ പറയാതാ പാടു ജാഹിലായിക്കാണ്ട് ഇവിടെ എല്ലാവർക്കും അറിയില്ല കയ്യേ. പൊളിക്കാൻ അങ്ങോട്ട് വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക്. പക്ഷേ പൊളിക്കാൻ വന്നിട്ട് പിന്നെ അല്ലാണ്ട് ഉമ്മ എന്നെ നുള്ളി എന്നെ പിച്ചി എന്ന് പറഞ്ഞ് നിലവിളിച്ചെടുത്തേ പറഞ്ഞില്ല വേണ്ട കേട്ടാ. 4 ആളെ മുന്നിൽ ഇരുത്തിയിട്ടോ ചിലക്കുക നിങ്ങൾ കേരളത്തിലില്ലാന്ന്. എടാ ആദ്യം 2 ആളെ കൂടുതലാക്കാൻ നോക്കി. ഉള്ള ആളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ 1 ആൾക്കാരൊന്ന് പിടിച്ചു നിർത്താനും 2 ആളെ ഒന്ന് കൂട്ടാനും ഒന്ന് ശ്രമിക്കും. 10 ഉറുപ്പ്യ കൊടുത്തിട്ടെങ്കിലും ബംഗാളികളെങ്കിലും ഒന്ന് മുന്നിലിരുത്താൻ നോക്ക് കേട്ടോടാ. അല്ല ഇനി സംഭവത്തിനുണ്ടേ വെല്ലുവിളിയുടെ പൂതിയൊക്കെ കഴിക്കാം. ആൾക്കൂട്ടങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾ സമ്മതിച്ചു തരാം. അതൊക്കെ എന്നെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിക്കും, മനസ്സിലായോ? ആൾക്കൂട്ടങ്ങൾക്ക് ഉണ്ടെന്ന് ഞങ്ങൾ സമ്മതിച്ചു തരാം. അപ്പൊ എനിക്കും അറിയാം സത്യം. അല്ല പിന്നീട് ആളുണ്ടെന്നുള്ള ഇടയ്ക്ക് സത്യം പറയും. എന്നാലോ ഇത് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് 4 ആളെ വന്നിട്ടുള്ളൂ, 10 ആളെ വന്നിട്ടുള്ളൂ. അച്ഛൻ നോണിയും പറഞ്ഞുകൊണ്ട് ഉളുപ്പില്ലാത്ത ജാതി. കേരള യാത്രക്ക് 4 ആളെ പങ്കെടുത്തു എന്ന് പറഞ്ഞത്. കേരളത്തിന്റെ സമാപന സമ്മേളനത്തിലേ അത് 4 മൂല്യന്മാർ ജുമേക്കോടെ പങ്കെടുത്തു എന്നാണ് പറഞ്ഞത്. അതിന് മുമ്പ് നടന്ന മറ്റേ യാത്ര ഉണ്ടല്ലോ, മാനവ സഞ്ചാരം, അതിലും ഈ ബൂത്ത് പറഞ്ഞ 4 ആൾക്കാരെ പങ്കെടുത്തുള്ളൂ. പിന്നെ എൻ്റെ മുമ്പിൽ എത്ര ആളെ കാണിച്ചിട്ട് എന്താ? എൻ്റെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. അവൻ പറഞ്ഞെങ്കിലും മുകളിൽ കേട്ടില്ലേ? അതാ പോണ്ട അവസ്ഥ. സമസ്ത ഈ വിഭാഗം സമസ്തന്റെ ബോർജ സമ്മേളനം നടന്ന പിന്നെ അയവ വന്നിട്ട് ഇപ്പം എത്ര സ്ഥലം അവിടെ പോയത്? ഈ പുരാടിക്കൊണ്ട് പോയേക്ക് എത്ര സ്ഥലം അവിടെ പോയത്? അയ്യോ വന്നിട്ട് ഒരു റോഡിനുള്ള സ്ഥലം പോയി. അന്നും തന്നെ അന്നും അത്ര സ്ഥലം ഉണ്ട്. അത്ര സ്ഥലം എപ്പോഴും ഉള്ളൂ. അതൊന്ന് പൊന്തിയും താന്നു. ഒരുപാട് കണക്ക് കൂട്ടുക. അങ്ങേപ്പുറം ഇങ്ങേപ്പുറം എടുക്കടാ, മനസ്സിലായോ? അതെ എന്തിനാണ് വിമർശിക്കുക? ഒരു മുജാഹിദിൻ്റെ അത്ര ഉള്ളൂ. ഈ സമസ്ത സമ്മേളനം വെച്ചു, മുജാഹിദ് സമ്മേളനം വെച്ചു. അപ്പം എന്തായി? സമസ്തൻ്റെ അത്ര മുജാഹിദുണ്ട് എന്ന് പറയേണ്ടി വരില്ല? എൻ്റെ കണക്ക് പ്രകാരം പറയേണ്ടി വരില്ലേ? അപ്പം ഇപ്പോൾ എൻ്റെ ഇജിത്തിയാദ് ഗവേഷണം കണ്ടിട്ട് ഞങ്ങൾ മുജാഹിദ് സമ്മേളനം വെച്ചപ്പോൾ അവിടെ നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾ അത്ര തന്നെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സമസ്ത വെച്ചതിന് ശേഷം മുജാഹിദ് വെച്ച് ഒരു സമസ്തം എത്ര ഉണ്ടോ? വല്ലാത്ത കണക്ക് തന്നെ. പിന്നെ പറഞ്ഞിട്ട് നമ്മളെ സമ്മേളനം പൊളിക്കാൻ പാടില്ല. ഇജ്ജ് പൊളിക്കണമെങ്കിലേ ഞങ്ങളെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ അതിൻ്റെ അപ്പുറത്തേക്ക് ആളെ കൊടുത്തിട്ട് സമ്മേളനം വെച്ച് പൊളിക്കടാ. എൻ്റെ നാടിയിൽ മറ്റേ തൂങ്ങുണ്ടെങ്കിലേ അതാ എൻ്റെ കാട്ടുകള്ളന്മാർ ചെയ്യേണ്ടത്. ഞങ്ങളെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അതിൻ്റെ എത്തിയ ആളുകളെ കൊടുത്തിട്ട് ഇതൊരു പരിപാടിയോടെ വെക്കുക, എന്നിട്ട് പൊളിക്കുക. അല്ലാതെ ഞങ്ങളെ സമ്മേളനത്തിൽ തൊടാൻ എനിക്ക് കഴിയില്ല. നമുക്ക് ആ സാധനം ഉണ്ടെങ്കിൽ വെച്ച് തെളിയിക്കേ, എന്നിട്ട് പൊളിക്കാൻ നോക്ക്. വെല്ലുവിളിക്കാൻ എൻ്റെ സർവ്വ കുരുവട്ടുകാരെയും സർവ്വ എൻ്റെ കാലഘട്ടത്തിലെ ചീത്താന്മാരുണ്ടല്ലോ എല്ലാം ഇവലീസ് അടക്കള എല്ലാവരും കൂട്ടിക്കോ, എന്നിട്ട് വെക്ക് പരിപാടി. ഞങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് അതിന് മറുപടി ഇജടെ വെക്കുക. എന്നിട്ട് ആൾബലം കൊണ്ട് ഞങ്ങളെ നേരിട്ട് എന്നിട്ട് ഞങ്ങൾ പരാജയപ്പെടുത്തി. എന്നിട്ട് ഞങ്ങൾ സമ്മേളനം പൊളിക്കാൻ ഉമ്മ പറ്റൂൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വാടാ. അല്ലാതെ 4 വടായിട്ട് കണ്ടല്ല പൊളിച്ചല്. ഒരു സമ്മേളനത്തെ പൊളിക്കണമെങ്കിൽ അതേപോലെ സമ്മേളനം വെച്ചിട്ട് പൊളിക്കണം. നിങ്ങൾക്ക് കഴിയോ? മുണ്ടാടുന്നോ? തൊടാൻ കഴിയും എനിക്കൊന്നും കേട്ടോ. എന്നെ പോലത്തെ പല ചൈത്താന്മാരെയും നമ്മൾ കണ്ടിട്ടില്ല. സാക്ഷാൽ ഇബ്ലീസ് വന്നാൽ പോലും എൻ്റെ നേതാവുണ്ടല്ലോ ഈ സ്വർഗത്തിലാക്കാൻ നടക്കണേ, ഇബ്ലീസ് വന്നാൽ പോലും സാധ്യമല്ല ഞങ്ങൾ സമ്മേളനത്തെ തൊടാൻ. എന്നിട്ടല്ല ഈ പൊളിക്കണേ.
അല്ലെങ്കിൽ പൊളിക്കാണ് വെച്ചുകാട് പൊളിക്കടാ. ഞങ്ങൾ സമ്മേളനം കഴിയുമ്പോൾ വേറെ പരിപാടി വെക്കുക, എന്നിട്ട് അതിനെക്കാട്ടി ആളെ കൂട്ടിയിട്ട് പരിപാടി വെക്കുക, എന്നിട്ട് പൊളിക്കേ. എനിക്ക് മറ്റേ തൂങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചിലക്കരുത്.